ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആ ഫ്രാൻസിൻ്റെ പാക്ക് എടുക്കാൻ പോവാണ്. ഞാൻ ഒരു 1200 കോയിൻസോളം പർച്ചേസ് ചെയ്തു. ബാക്കി ഒരു 300 കോയിൻസ് എന്തോ ഒബ്ജക്റ്റീവ് നിന്ന് കിട്ടി. ഇതാണ് ഇപ്പോൾ ഉള്ള മെസ്സി. അതിൽ നിന്ന് തന്നെ എടുത്തതാണ്, ആ പാക്കാളിൽ നിന്ന് തന്നെ എടുത്തതാണ് മെസ്സി. നമുക്ക് ഏതാണ് ഫ്രാൻസിൻ്റെ പാക്ക് എടുക്കാം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഫ്രീ ഫയറിനായിരുന്നു, ഈ വീഡിയോ പെസ്സിൽ ഇപ്പോൾ അധികം കണ്ടൻറ്റ് ഇട്ടാല്ല. അതുകൊണ്ട് ഫ്രീ ഫയർ ചിലപ്പോൾ ഇനി 2 വീഡിയോ ഒക്കെ അടുപ്പിച്ചിട്ടെന്നിരിക്കും. ഇതേതാ ഗൈസ് പാക്ക്. നോക്കി നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്സ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ തിരുത്തിട്ട് കാര്യമില്ല. 270 കോയിൻസ് ഉള്ളൂ എങ്കിലും ഒരു എപ്പിക്ക് മാത്രം. 2 മാനേജേഴ്സ് പുതിയ വന്നിട്ടുണ്ടല്ലേ. പൊസഷനും ഔട്ട് വൈഡാണോ? അതെ, ഔട്ട് വൈഡും പൊസഷനും 88. വെർത്താണ്. പൊസഷൻ ഞാൻ കളിക്കാറില്ല, ക്വിക്ക് കൗണ്ടർ കളിക്കാറ്. ഇയാൾ നോക്കട്ടെ. ഇയാൾ ക്വിക്ക് കൗണ്ടർ, ഇത് എനിക്ക് ലാഭകരമാവും. ഔട്ട് വൈഡും. ചിലപ്പോൾ ഞാൻ ഈ ഒരു മാനേജറിൻ്റെ അടുത്തുനിന്നിരിക്കും. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല, സാബ് ഉണ്ടാവുകൊണ്ട്. ഇതാണ് പിന്നെ നമ്മളെടുത്ത അർജൻറ്റീനൻ പാക്ക്. ഇനി ബാക്കി പാക്കാൾ വല്ലതും പുതിയത് വന്നിട്ടുണ്ടോ? ഇല്ല ഗൈസ്, വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതാണ് ഫ്രാൻസ് പാക്ക് അങ്ങോട്ട് പർച്ചേസ് ചെയ്യാം ഗൈസ്. ഓക്കെ, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ഗ്രീസ്മാനെ മാത്രമാണ് നോക്കുന്നത് ഗൈസ്. ബാക്കിയുള്ള പ്ലെയേഴ്സിനെ ഒന്നും ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. ചെക്ക് ചെയ്യും ഈ വീഡിയോയിൽ, അതല്ല യൂസ് ചെയ്യില്ല. ഈ ഒരു ഗ്രീസ്മാന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പാക്ക് വാങ്ങിയത്. കാരണം ബാക്കിയുള്ള പ്ലെയേഴ്സ് വെറുത്തല്ല. പിന്നെ അതുപോലെ മാനേജർ ഡെസ് ബെക്കിംഗ്ഹാമാണ്. അത്യാവശ്യം അടിപൊളി മാനേജറാണെന്ന് തോന്നുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതായാലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഏതായാലും പ്ലെയേഴ്സിനൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാം ഗൈസ്. കാരണം ഞാൻ ഇപ്പോൾ കോൺട്രാക്റ്റ് ടിക്കറ്റിന് വേണ്ടി കുറേ പ്ലെയേഴ്സിനെ ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്തു. കോൺട്രാക്റ്റ് ടിക്കറ്റ് വെച്ച് നമുക്ക് എപ്പിക്കിൻ്റെ ഒരു സ്പിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് വേണ്ടി നമുക്ക് ഏതായാലും ഇപ്പോൾ 2-3 പ്ലെയേഴ്സ് ഉണ്ട്, ഇവരെ ഒന്ന് റിലീസ് ചെയ്ത് കളയാം. കാരണം അപ്ഡേഷൻ വരാൻ പോവാണ്. നമുക്ക് ഏതായാലും ഇനി ഗ്രീസ്മാൻ, ഗാവിയല്ല. ഏതായാലും നമുക്ക് ഇത് കാണിച്ചു തരാം. 71 ടിക്കറ്റേ ഉള്ളൂ, എനിക്കൊരു 11 സ്പിന്നോളം ഉള്ളൂ കിട്ടുക. നമുക്ക് ഏതായാലും ഗ്രീസ്മാനെ ലെവൽ ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഗ്രീസ്മാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ട്രെയിൻ ചെയ്യാം. 32 ലെവലാണ് ആവേണ്ടത്. ഓക്കെ, 26ആയി, 27. കുറേ നാളില്ല, 2 ആഴ്ചയായി കളിച്ചിട്ട്. അതിപ്പോൾ അതിൻ്റെ മുന്നെടുത്ത് വെച്ച ഇതാണ്, ട്രെയിനേഴ്സാണ് ഇതെല്ലാം. നമുക്ക് പിന്നെ പോലെ റിലീസ് ചെയ്ത പ്ലെയേഴ്സിൻ്റെ ഒപ്പം കിട്ടിയ ട്രെയിനേഴ്സുണ്ട്. നമുക്ക് ഏതെല്ലാം ഓട്ടോയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പോകണം. എക്സ്ട്രാ ഒന്നും കൊടുക്കുന്നില്ല. അത് പിന്നെ ഞാൻ നോക്കിയിട്ട് കൊടുക്കും ഗൈസ്. അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടൊക്കെ ഇടാം. അതിൽ ആ റേറ്റിംഗ് പോലെ ബൂസ്റ്റ് ആവുകയൊക്കെ ആണെങ്കിൽ. ഞാനത് നോക്കിയിട്ടില്ല. നമുക്ക് ഏതായാലും ഈ സ്കിൽ ട്രെയിൻ ചെയ്ത് നോക്കാം ഗൈസ്. എൻ്റെയൊക്കെ ഇപ്പോൾ 10ഓളം സ്കിൽ ട്രെയിൻ ഉണ്ട് ഗൈസ്. ഓക്കെ, ഏരിയൽ. നെക്സ്റ്റ് എന്താ കിട്ടണേ? ഇൻസൈഡ് ബൗൺസ്. നെക്സ്റ്റ് സോൾ കൺട്രോള്. ഓക്കെ, ട്രാക്ക് ബാക്ക്. ഇനി ലാസ്റ്റ് ഗൈസ് ലോങ് ത്രോ ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും ജസ്റ്റ് ഗ്രീസ്മാൻ്റെ അടുത്ത് പൊസിഷൻ ട്രെയിൻ ചെയ്ത് നോക്കാം. എൻ്റെ 2 ഉള്ളൂ ഗൈസ്. കിട്ടിയ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം. കാരണം ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ ഗ്രീസ്മാന് വേണ്ടേ. ഒരൊറ്റ പൊസിഷൻ ട്രെയിനറോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ കിട്ടിയില്ല ഗൈസ്. സാറില്ല ഗൈസ്. നമുക്ക് ഏതായാലും ഗ്രീസ്മാനെ ഇൻ ഗെയിം സ്ക്വാഡിലോട്ടൊന്ന് ഇട്ട് നോക്കാം. ഞാൻ ഇപ്പോൾ കളിക്കുന്നതിൻ്റെ മെയിൻ സ്ക്വാഡിലോട്ടൊന്ന് ഇട്ട് നോക്കാം, എന്നിട്ട് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഗ്രീസ്മാൻ മേലെ തന്നെ ഉണ്ട് ഗൈസ്, 100 റേറ്റിങ്ങും. മറ്റേ മെസ്സിൻ്റെ എത്ര, പക്ഷേ മറ്റേ മെസ്സി 104 പോകും, പക്ഷേ ഗ്രീസ്മാൻ 105 എന്തോ പോകുന്നു തോന്നുന്നു ഗൈസ്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു. നമ്മൾ പാര മാറ്റും ഗൈസ്. ഓക്കെ, നമുക്ക് പാര മാറ്റും. ഇവനെ മാറ്റാം ഗൈസ്, അല്ല വേറെ വഴിയില്ല. എന്നിട്ട് ഇവനെ എംഎഫിക്കിടെ ഡിബ്രോയിനെ സബിലിട്ട് റൈസിനെ നമുക്ക് ഇൻ ഗെയിം സ്ക്വാഡിലോട്ട് ഇറക്കാം ഗൈസ്. ഇതേ ഉള്ളൊരു വഴി ഇപ്പോൾ കാണുന്നത് ഞാൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി റെഡിയാക്കും. ഓക്കെ ഗൈസ്, നമുക്കിനി ഏതായാലും എല്ലാ പ്ലെയേഴ്സിനെയും ഇതാക്കിയിട്ട് കാണാം ഗൈസ്. എല്ലാ പ്ലെയേഴ്സിനെയും വെച്ചൊരു സ്ക്വാഡ് നിർമ്മിക്കണം ഗൈസ്. എവിടെ ഇപ്പോൾ ഇരുന്നു മെസ്സിൻ്റെ സ്ക്വാഡ് നിർമ്മിച്ചത്? പ്ലെയർ ഓഫ് ദി വീക്കിലാണോ? ഓക്കെ,
അല്ല ഗൈസ്, ഇത് പ്ലെയർ ഓഫ് ദി വീക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കരുതി പ്ലെയർ ഓഫ് ദി വീക്കിന്ന് ആദ്യത്തെ പ്ലെയേഴ്സിനെയൊക്കെ മാറ്റി മെസ്സിൻ്റെ സ്ക്വാഡ് ഉണ്ടാക്കിയെന്നാണ്. സോ നമുക്ക് നെക്സ്റ്റ് ബൂസ്റ്റേഴ്സിലാണോ നോക്കട്ടെ ഗൈസ്. സോ ഇതുമല്ല ഗൈസ്, എല്ലാ സ്ക്വാഡും ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ് ഇതൊക്കെ. സോ ഇനി സാധ്യത ഉള്ളത് ഈ IND മാത്രമാണ്. നമുക്ക് അതും നോക്കി നോക്കാം. അതേ ഗൈസ്, ഇതിലാണ് അർജൻറ്റീനൻ പാക്കില്ലേ. സോ ഇതാണ് അർജൻറ്റീനൻ പാക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇനി നമുക്ക് ഗ്രീസ്മാൻ്റെ പാക്ക് ഇതാക്കിയിട്ട് കാണാം ഗൈസ്. സോ ഇതാണ് മൊത്തം ട്രെയിൻ ചെയ്തിട്ടുള്ള പാക്ക്. നമ്മൾ നോക്കുമ്പോൾ 2 ബാക്കും 4 മിഡ്ഫീൽഡേഴ്സും 4 ഫോർവേഡുമാണ് ഇവർ തന്നിട്ടുള്ളത്. അതിൽ ഇതന്നെ ഉള്ളൂ. പൊസിഷൻ ട്രെയിനിങ് കൊടുത്താൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈസ്. നമ്മൾ ഗ്രീസ്മാൻ്റെ റേറ്റിംഗ് നോക്കും. പിന്നെ ഒരു കീപ്പറും തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് റേറ്റിംഗ്, നിങ്ങൾ നോക്കിക്കോളൂ. അതായത് മാക്സ് ബൂസ്റ്റ് ഡെസ് ബെക്കിംഗ്ഹാം ആണ് മാനേജർ ഇപ്പോൾ എൻ്റെ കയ്യിൽ. സോ അങ്ങനെയുള്ളതാണിത്, നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. ഓക്കെ ഗൈസ്, നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന് ബാക്കടിച്ച് പോയി. ഓക്കെ, ഇതാണ് ഗൈസ് നോർമൽ തിങ്സ്. സോ സ്പാനിഷ് ലീഗിൽ നമുക്ക് ഇവനെ കളിപ്പിച്ച ഹോൾ പ്ലെയറാണ് ഗൈസ്. അതാണ് ഏറ്റവും ലാഭം ഗൈസ്. സോ ഇതല്ല, അതെ സ്കിൽസാണ് നിങ്ങൾ കാണുന്നത്. ഇത് നോക്കി വെച്ച ഗൈസ്, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആവശ്യം വരുമല്ലോ. സോ ഇതാണ് ഗ്രീസ്മാൻ്റെ ബൂസ്റ്റർ. സോ ഗൈസ്, ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ഇനി മറ്റൊന്നുമില്ല ഗൈസ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ഫ്രീ ഫയറിൻ്റെ ആയിരിക്കാനാണ് സാധ്യത. ഫ്രീ ഫയറിൻ്റെ അടുപ്പിച്ച് ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ വന്നിരിക്കും. ഇതുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ഗൈസ്, പിന്നെ കാണാം ഗൈസ്. സീ യു.